കൊച്ചിയിലെ ഒരു തിരക്കേറിയ റോഡിന്റെ കോണിൽ രാത്രി 10 കഴിഞ്ഞാൽ മാത്രം തുറക്കുന്ന ഒരു ചെറിയ ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. പകലതടഞ്ഞതായിരിക്കും, പക്ഷെ രാത്രിയിൽ അതൊരു വേറിട്ട ലോകം. ആ സ്റ്റാൾ നടത്തിയത് ദീപക്. അവൻ പുസ്തകങ്ങൾ വിൽക്കില്ല, കഥകൾ പങ്കുവയ്ക്കും. ഓരോ പുസ്തകത്തിനും പിന്നിലെ കഥകൾ പറഞ്ഞ് ആളുകളെ അവയിൽ കൊണ്ടുപോകും. രാത്രിയിലാണ് കഥകൾ ജീവിക്കുന്നത്, അവൻ വിശ്വസിച്ചു. ഒരു ദിവസം മഴ പെയ്യുന്ന രാത്രിയിൽ ഒരു പെൺകുട്ടി അവിടെയെത്തി. അവളുടെ പേര് സോന. അവൾ ഒരു ജേർണലിസ്റ്റ്. നഗരത്തിലെ വിചിത്രമായ സ്ഥലങ്ങളെക്കുറിച്ച് എഴുതാൻ അവൾ വന്നതായിരുന്നു. ഇതെപ്പോഴാണ് തുറക്കുന്നത്? അവൾ ചോദിച്ചു. ദീപക് ചിരിച്ചു. ആളുകൾക്ക് കേൾക്കാൻ സമയം കിട്ടുമ്പോൾ. അവൾ അവനെ നോക്കി. അപ്പോൾ എനിക്കൊരു കഥ പറയാമോ? അവനൊരു പഴയ പുസ്തകമെടുത്തു. ഈ കഥ ഒരാൾക്കു വേണ്ടി ഞാൻ ഒരിക്കലും പൂർത്തിയാക്കിയിട്ടില്ല. സോന ശ്രദ്ധയോടെ കേട്ടു. ആ കഥയിൽ ഒരു പ്രണയമുണ്ടായിരുന്നു, പക്ഷെ അത് അവസാനിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണിത് പൂർത്തിയാക്കാത്തത്? അവൾ ചോദിച്ചു. ദീപക് കുറച്ചു നിമിഷം നിശബ്ദമായി. അവൾ തിരിച്ചുവരുമെന്ന് ഞാൻ കരുതി. സോന ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസങ്ങളിൽ അവൾ വീണ്ടും വീണ്ടും ആ സ്റ്റാളിലേക്കെത്തി. ഓരോ രാത്രിയും ദീപക് പുതിയൊരു കഥ പറയും. അവൾ എഴുതും, പക്ഷെ അവന്റെ അപൂർണ കഥ അവളുടെ മനസ്സിൽ തുടരും. നീ ഇപ്പോഴും അവളെ കാത്തിരിക്കുകയാണോ? അവൾ ചോദിച്ചു. ദീപക് ചിരിച്ചു. ചില കഥകൾ കാത്തിരിപ്പിലാണ് മനോഹരം. കാലം കടന്നു. ദീപകും സോനയും തമ്മിലൊരു ബന്ധമായി. അവൻ അവന്റെ കഥകളിൽ ജീവിക്കാൻ തുടങ്ങി. അവൻ അവളുടെ ചോദ്യങ്ങളിൽ പുതിയ അർത്ഥം കണ്ടെത്തി. ഒരു ദിവസം സോന പറഞ്ഞു, ആ കഥ ഞാൻ പൂർത്തിയാക്കട്ടെ. ദീപക് ആശ്ചര്യപ്പെട്ടു. എങ്ങനെ? അവൾ മൃദുവായി പറഞ്ഞു. അവൾ തിരിച്ചുവരില്ല, പക്ഷെ നീ പുതിയൊരു കഥ തുടങ്ങാം. ദീപക് മിണ്ടാതെ നിന്നു. ആ രാത്രി അവൻ ആദ്യമായി ഒരു പുതിയ പുസ്തകമെടുത്തു. ഇത് നമ്മുടെ കഥയാണ്, അവൻ പറഞ്ഞു. സോന ചിരിച്ചു. അപ്പോൾ ഇത് അപൂർണമാകരുത്. ദീപക് അവളെ നോക്കി. ഇത് പൂർത്തിയാകാൻ നീ കൂടെയുണ്ടാകണം. ആ രാത്രി ബുക്ക് സ്റ്റാളിന്റെ വെളിച്ചം കൂടുതൽ തെളിഞ്ഞു. കാരണം ചില കഥകൾ അവസാനിക്കാനല്ല, പുതുതായി തുടങ്ങാനാണ്. കോഴിക്കോട് നഗരത്തിലെ ഒരു പഴയ ഫോട്ടോ സ്റ്റുഡിയോയിൽ വർഷങ്ങളായി ആരും തുറക്കാത്ത ഒരു അലമാരയുണ്ടായിരുന്നു. ആ സ്റ്റുഡിയോ നടത്തിയത് ഹരീഷ്. അവൻ പഴയ ഫോട്ടോകൾ പുനരുദ്ധരിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. മങ്ങിയ ഓർമ്മകൾക്ക് വീണ്ടും നിറം നൽകുന്നവൻ. ഒരു ദിവസം ആ അലമാര വൃത്തിയാക്കുമ്പോൾ ഒരു പഴയ ഫോട്ടോ അവന്റെ കയ്യിൽ വീണു. ഒരു പെൺകുട്ടിയുടെ പുഞ്ചിരിയായിരുന്നു അതിൽ. പക്ഷേ ആ പുഞ്ചിരിയിലെന്തോ അവനെ നിശ്ചലമാക്കി. ഇതാരാണ്? അവൻ സ്വയം ചോദിച്ചു. ഫോട്ടോയുടെ പിന്നിൽ ഒരു തീയതി മാത്രം, 10 വർഷം പഴക്കം. അവൻ ആ ഫോട്ടോ ശരിയാക്കാൻ തുടങ്ങി. നിറങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. മങ്ങിയ രേഖകൾ വ്യക്തമായി. അവളുടെ പേര് അഞ്ജലി. ആ ഫോട്ടോ സ്റ്റുഡിയോയിൽ ഒരിക്കലെടുത്തത്. പക്ഷെ അവൾ വീണ്ടും വന്നില്ല. ആ ഫോട്ടോ അവനെ ദിവസവും ചിന്തിപ്പിച്ചു. ഒരു ദിവസം ഒരു പെൺകുട്ടി സ്റ്റുഡിയോയിൽ വന്നു. എനിക്കൊരു പഴയ ഫോട്ടോ റെസ്റ്റോർ ചെയ്യണം, അവൾ പറഞ്ഞു. ഹരീഷ് ഫോട്ടോ എടുത്തു നോക്കി. അതേ മുഖം. അവൻ ഞെട്ടി. ഇത് നിന്റെ ഫോട്ടോയാണോ? അവൾ ചിരിച്ചു. അതെ, ഞാൻ ചെറുപ്പത്തിലെടുത്തത്. നീ അഞ്ജലിയാണോ? അവൾ അതിശയിച്ചു. അതെ, പക്ഷേ നിങ്ങൾക്കെങ്ങനെ അറിയാം? ഹരീഷ് ആ പഴയ ഫോട്ടോ എടുത്തു കാണിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനിതിനെ എവിടെയോ നഷ്ടപ്പെടുത്തിയെന്ന് കരുതിയിരുന്നു. ഹരീഷ് മൃദുവായി പറഞ്ഞു. ഇതിവിടെ തന്നെ കാത്തിരുന്നു. അങ്ങനെ അവരുടെ പരിചയം തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ അഞ്ജലി വീണ്ടും സ്റ്റുഡിയോയിലെത്തി. അവർ സംസാരിച്ചു, ചിരിച്ചു, പഴയ ഓർമ്മകൾ പങ്കുവച്ചു. നിനക്ക് ഈ ഫോട്ടോ ഇത്രയും ഇഷ്ടമാകാൻ കാരണം എന്താണ്? ഹരീഷ് ചോദിച്ചു. അവൾ പറഞ്ഞു, അന്ന് ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. ഹരീഷ് അവളെ നോക്കി. ഇപ്പോഴില്ലേ? അവൾ ചെറുതായി ചിരിച്ചു. ഇപ്പോൾ വീണ്ടും ആ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. കാലം കടന്നു. അവർ തമ്മിൽ അടുത്തായി.